അമ്മയൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ നമ്മുടെ പാലത്തിന്റെ അവസ്ഥ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. ഈ ഒരു പാലം മാറ്റി നല്ലൊരു പാലം വരാൻ വേണ്ടിയിട്ട് പല വഴികളും തേടിയിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഈ ഒരു പാലത്തിലൂടെ നടന്നു വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ആ തോട്ടിൽ വീണ് ഒരാളുടെ ജീവനാറ്റം പോയി നിരിക്കട്ടെ, അപ്പോഴായിരിക്കും മിക്കവാറും ഇവിടെ ഒരു പാലം വരിക. എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോകും? നമ്മുടെ അപ്പുണ്ണിനെ സ്കൂളിലേക്ക് വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അധിക ദിവസം അവനെ സ്കൂളിലേക്ക് വിടാറില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ പാലത്തിൻ്റെ അവസ്ഥ. പോയാൽ പോയി, കിട്ടിയൊരു ഭാഗ്യപരീക്ഷണം പോലെ എങ്ങനെ നടക്കണം. എന്തോ ഭാഗ്യത്തിന് നമ്മൾ പാലത്തിലൂടെ സേഫ് ആയിട്ട് ഇപ്പുറം എത്തിട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പോക്കൊക്കെ കണക്കായിരിക്കും. മഴയാണെങ്കിൽ നമ്മൾ കറങ്ങി തിരിഞ്ഞ് തന്നെ പോകണം. അങ്ങനെ അമ്മേനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. വരുന്ന വഴിക്ക് മൂത്തമ്മൻ്റെ അവിടെ കയറിയിട്ടോ. അവിടെ നിന്നിട്ട് നല്ലൊരു കാപ്പിയൊക്കെ അങ്ങോട്ട് കുടിച്ചു. നാത്തൂനാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലൊക്കെ പോയി വന്നതാണ്. ചെറിയൊരു ഇഞ്ചക്ഷനൊക്കെ എടുക്കാനുണ്ടായിരുന്നു ആൾക്ക്. മഴയ്ക്ക് ഒരു കുറവുമില്ലേ. കുഞ്ഞുവാണെങ്കിൽ ദേ ഇവിടെ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. മഴ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. പാലത്തിലൂടെ എന്തായാലും പോക്ക് നടക്കൂല. നമുക്ക് വേറൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ വഴി എന്ന് പറയുന്നത് ഭയങ്കര ദൂരാണ്. അതും പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ കേട്ടോ. നടന്നു പോക്കേ പറ്റുള്ളൂ. ഏട്ടന്റെ വണ്ടിയൊന്നും അതിലേ അങ്ങനെ വരൂല. പിന്നെ ദേ മൂത്ത നാത്തൂൻ വരുമ്പോൾ കുറച്ച് എണ്ണക്കടികളൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഏട്ടൻ വന്നിട്ട് ഇന്ന് വീട്ടിലേക്ക് പോകുള്ളൂ. വളഞ്ഞു തിരിഞ്ഞിട്ട് വേണം ഇന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാറിൽ നമുക്ക് വീട് വരെ ഒന്നും പോകാൻ പറ്റില്ലേ. കാറ് വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് അങ്ങോട്ട് നീട്ടി നടക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള പുതിയൊരു വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ, സീ യു.